ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 52. കഫർനാമിൽ ഒരു കുരുടന് കാഴ്ച ലഭിക്കുന്നു. പത്രോസും ആൻഡ്രൂസും കായൽ തീരത്ത് വള്ളത്തിൽ വലകൾ അടുക്കി വയ്ക്കുന്നതിലും ഇരിപ്പിടങ്ങൾ ഭദ്രമാക്കുന്നതിലും മറ്റും വ്യാപൃതരായിരിക്കുന്നു. ഈശോ പത്രോസിനോട് ചോദിച്ചു, ഇന്ന് ധാരാളം മീൻ കിട്ടുമോ? കാലാവസ്ഥ കൊള്ളാം, കായൽ ശാന്തമാണ്, നല്ല നിലാവുണ്ടായിരിക്കും. കയത്തിനടുത്ത് നിന്ന് ജലപ്പരപ്പിലേക്ക് മത്സ്യങ്ങൾ വരും. എൻ്റെ വലകൾ അവ കോരിയെടുക്കും. നമ്മൾ തനിച്ചാണോ പോകുന്നത്? ഗുരു, ഇത്തരം വലകൾ കൊണ്ട് നമുക്ക് തനിയെ ഒന്നും ചെയ്യാനാവില്ല. ഞാൻ ഒരിക്കലും മീൻ പിടിക്കാൻ പോയിട്ടില്ല, നിങ്ങൾ എന്നെ പഠിപ്പിക്കണം. ഗുരു, ഞങ്ങൾ ചെയ്യുന്നത് ഇതാണ്. ഞാൻ സെബദിയുടെ മകൻ ജെയിംസിൻ്റെ ഒപ്പം വള്ളത്തിൽ പോകും. ഞങ്ങൾ രണ്ടുപേരും ശരിയായ സ്ഥാനത്ത് വള്ളം നിർത്തിയിട്ട് വല വെള്ളത്തിലിറക്കും. ഒരു തല ഞങ്ങളുടെ കയ്യിലിരിക്കും. ആ തല പിടിച്ചു കൊള്ളാമെന്നാണ് അങ്ങ് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വലയുടെ ഒരറ്റം പിടിച്ചോളാം. പത്രോസ് വല ഇറക്കുന്ന വിധവും മീൻ പിടിക്കുന്ന വിധവുമൊക്കെ ഈശോയ്ക്ക് വിവരിച്ചു കൊടുക്കുന്നു. പത്രോസ് പറയുന്നു, അങ്ങ് സൂക്ഷിക്കണം. ഞങ്ങളുടെ അന്നന്നപ്പമാണ് വലയ്ക്കകത്ത്. വലയിൽ ഒരു കണ്ണ് വേണം. വലയിൽ നിന്ന് പുറത്തു ചാടാൻ മീൻ കിടന്ന് പിടയ്ക്കും. വലയ്ക്കകത്ത് ഏറെ മീൻ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പിട അപകടമാണ്. മത്സ്യം ചെറുതാണ്, പക്ഷേ 200 1000 ഒന്നിച്ചു ചേർന്നാൽ അവ കൂറ്റൻ തിമിംഗലങ്ങളെ പോലെ ശക്തി കാണിക്കും. ഈശോ പറഞ്ഞു, പാപത്തിൻ്റെ കാര്യത്തിലും ഇതാണ് സംഭവിക്കുന്നത്. ചെറിയൊരു തെറ്റ്, അത് തിരുത്താവുന്നതേ ഉള്ളൂ. ഒരാൾ ആത്മനിയന്ത്രണം പാലിക്കാതിരുന്നാൽ തെറ്റുകൾ ഒന്നിനു പിറകെ ഒന്നായി ആവർത്തിച്ചാൽ അത് വലിയ ഗൗരവമുള്ള തെറ്റായി തീരും. കാമാർത്തിയോടെയുള്ള ഒരു നോട്ടത്തിൽ തുടങ്ങും, അത് വ്യഭിചാരം വരെ എത്തിക്കും. ഒരു ബന്ധുവിനോട് കൂറില്ലാതെയും ഭയമില്ലാതെയും സംസാരിച്ചു തുടങ്ങുന്നു, അത് അക്രമത്തിലും ദേഹോപദ്രവത്തിലും കൊണ്ടുചെന്നെത്തിക്കും. തെറ്റുകളുടെ എണ്ണം കൂടാനോ കൂടുതൽ ഗുരുതരമാകാനോ അനുവദിക്കരുത്. സൂക്ഷിച്ചില്ലെങ്കിൽ അത് വളർന്ന് നരകസർപ്പത്തെ പോലെ ശക്തി ആർജിക്കും. നിന്നെ ഗഹന്നായിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകും. ഗുരു, അങ്ങ് പറയുന്നത് ശരിയാണ്, പക്ഷെ ഞാൻ ബലഹീനനാണ്. ശ്രദ്ധ വേണം, പ്രാർത്ഥനയും വേണം. ശക്തി ആർജിക്കുന്നതിലും സഹായം ലഭിക്കുന്നതിലും ഇത് കൂടിയേ തീരൂ. പാപം ചെയ്യാതിരിക്കുന്നതിന് ദൃഢമായ ഒരു തീരുമാനം വേണം. പിതാവായ ദൈവത്തിൻ്റെ നീതിയിൽ പൂർണ്ണമായ വിശ്വാസവും വേണം. ദൈവം പാവപ്പെട്ട ശിമയോനെ കർശനമായി ശിക്ഷിക്കുമോ? പഴയ ശിമോനോട് കർക്കശമായി പെരുമാറിയെന്നിരിക്കും. പക്ഷേ ഈ പുതിയ പത്രോസിനോട്, എൻ്റെ പത്രോസിനോട് ദൈവം കാർക്കശ്യം കാട്ടില്ല. തീർച്ചയായും ഇല്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ഭാവിയിലും സ്നേഹിക്കും. എന്നെയോ ആൻഡ്രൂ, നിന്നെയും ദൈവം സ്നേഹിക്കുന്നു. നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നു. ഞാൻ തിരഞ്ഞെടുത്ത ആദ്യത്തെ അനുയായികൾ നിങ്ങളാണ്. ഇനിയും അനുയായികൾ ഉണ്ടാകുമോ? പത്രോസ് ചോദിക്കുന്നു. ഏറെ അനുയായികൾ ഇനിയും വരും. എൻ്റെ രാജ്യത്തിലേക്ക് എല്ലാ മനുഷ്യർക്കും വരാവുന്നതാണ്. നൂറ്റാണ്ടുകളുടെ രാവുകളിൽ എൻ്റെ വലയിൽ പിടിച്ചെടുക്കുന്നവരുടെ എണ്ണം നിങ്ങളുടെ വലയിൽ കയറുന്ന മത്സ്യങ്ങളെക്കാൾ എത്രയോ കൂടുതലായിരിക്കും. ഓരോ നൂറ്റാണ്ടും ഓരോ രാവുകളാണ്. വെള്ളി നക്ഷത്രമോ ചന്ദ്രനോ പ്രകാശം ചൊരിയുന്ന രാവല്ല. നൂറ്റാണ്ടുകളുടെ വെളിച്ചം ക്രിസ്തുവാണ്. ക്രിസ്തു നൽകുന്ന കൃപാവരവും ആ രാത്രി അവസാനിച്ചു. പ്രഭാതം വന്നു കഴിഞ്ഞാൽ അത് അസ്തമിക്കാത്ത ഒരു ദിവസത്തിൻ്റെ പ്രഭാതമായിരിക്കും. അതിൻ്റെ വിശ്വാസത്തിൽ വിശ്വാസികൾ ജീവിക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവർ വെട്ടിത്തിളങ്ങുകയും മനോഹാരിതയും ആനന്ദവും കണ്ടെത്തുകയും ചെയ്യുന്നു. അവരെല്ലാം ചെറിയ ചെറിയ ദൈവങ്ങളാകുന്നു, പിതാവായ ദൈവത്തിൻ്റെ മക്കൾ, എന്നെപ്പോലെ. ഇതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, നിങ്ങൾ ക്രൈസ്തവ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പോലെ ആവുകയും അവൻ്റെ അടയാളത്തിൽ സ്വർഗത്തിൽ പ്രശോഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് പിശാചിൻ്റെ അസൂയയും കാപട്യവും എന്തുതന്നെ ആയാലും, മാനുഷിക ബലഹീനത എത്ര വലുതായാലും, ഞാൻ ഒട്ടേറെ മനുഷ്യരെ വലയിൽ പിടിച്ചെടുക്കും. അങ്ങയുടെ ദൗത്യം പ്രചരിപ്പിക്കാൻ ഞങ്ങളല്ലാതെ വേറെയും ആളുകൾ കാണുമോ? നിനക്ക് അസൂയയുണ്ടോ പത്രോസേ? അസൂയ പാടില്ല. വേറെയും ആളുകൾ വരും. എൻ്റെ ഹൃദയത്തിൽ എല്ലാവരോടും സ്നേഹമുണ്ട്. നിനക്ക് നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമോ? കായലിൻ്റെ മടിത്തട്ടിൽ കിടക്കുന്ന മണൽത്തരികളെ എണ്ണാൻ കഴിയുമോ? പറ്റില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തുടിപ്പുകൾ എണ്ണിത്തീർക്കുക ഇതിലും പ്രയാസമായിരിക്കും. 12 മാസത്തിൽ എത്ര തവണ കായലിലെ ഓളങ്ങൾ കരയെ ചുംബിക്കുന്നു, നിനക്ക് എണ്ണിത്തിട്ടപ്പെടുത്തുവാനാവില്ല. എൻ്റെ ഹൃദയത്തിൽ നിന്ന് മനുഷ്യരെ ചുംബിക്കാൻ മുന്നോട്ടായിരുന്ന സ്നേഹത്തിൻ്റെ ഓളങ്ങൾ ഇതിലും കൂടുതലാണ്. പത്രോസേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിൽ സംശയം വേണ്ട. പത്രോസ് ഈശോയുടെ കൈയെടുത്ത് ചുംബിക്കുന്നു. അവൻ വികാരവിവശനാകുന്നു. ആൻഡ്രൂ നോക്കി നിൽക്കുന്നതല്ലാതെ ഈശോയുടെ കൈ തൊടാൻ ധൈര്യപ്പെടുന്നില്ല. ഈശോ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ
ഞാൻ നിന്നെയും വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രഭാതം വരുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കാതെ ചക്രവാളങ്ങളിൽ നിങ്ങളുടെ ഈശോ പ്രതിഫലിച്ചു നിൽക്കുന്നത് നിങ്ങൾ കാണും. അവൻ നിങ്ങളെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയും, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. വരൂ. നിങ്ങൾ അസ്തമന സന്ധ്യയിൽ അന്തർധാനം ചെയ്യുന്നത് മണിയറയിൽ പ്രവേശിക്കുന്നത് പോലെ മധുരമായ ഒരനുഭവമായിരിക്കും. ജോൺ ഓടിക്കിതച്ചെത്തുന്നു. ഗുരു, ഞാൻ വരാൻ താമസിച്ചു പോയോ? ഞങ്ങൾ ഇങ്ങ് എത്താൻ വൈകിയത് ഒരു കുരുടൻ കാരണമാണ്. അവൻ വിചാരിച്ചു ഈശോ ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന്. ഞങ്ങൾ പറഞ്ഞു, ഈശോ ഇവിടെ ഇല്ല, നാളെ നിന്നെ സുഖപ്പെടുത്തിയേക്കും, ക്ഷമയോടെ ഇരിക്കൂ. അവൻ കാത്തിരിക്കാൻ തയ്യാറായില്ല. നീ വെളിച്ചം കാണാൻ എത്രയോ വർഷങ്ങളായി കാത്തിരിക്കുന്നു, ഒരു രാത്രി കൂടി ക്ഷമിച്ചുകൂടെ എന്ന് ജെയിംസ് ചോദിച്ചു. പക്ഷേ അയാൾ ആര് പറയുന്നതും കേൾക്കില്ല. ജോൺ, നീ കുരുടനായിരുന്നുവെന്ന് കരുതുക. നിനക്ക് നിന്റെ അമ്മയെ കാണാൻ അതിയായ ആഗ്രഹമുണ്ടാവില്ലേ? പിന്നെ കുരുടനെ എന്തിനു പഴിക്കുന്നു? അയാൾ എവിടെ? ജെയിംസിൻ്റെ കൂടെ വരുന്നുണ്ട്. അയാൾ ജെയിംസിൻ്റെ മേലങ്കിയിൽ പിടികൂടി, പിന്നെ വിട്ടില്ല. സാവധാനമേ അവന് നടക്കാനാകൂ. ഗുരു, ഞാൻ അവനെപ്പറ്റി ഹൃദയശൂന്യമായി സംസാരിച്ചത് പൊറുക്കണം. പൊറുക്കാം, എങ്കിലും ശിക്ഷയായി നീ പോയി കുരുടനെ സഹായിക്കൂ, കൂട്ടിക്കൊണ്ടുവരൂ. ജോൺ ഓടിപ്പോകുന്നു. പത്രോസ് അസംതൃപ്തനാണ്. മറ്റുള്ളവരെല്ലാം വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞു. അവരൊക്കെ മീൻപിടുത്തം തുടങ്ങി. പത്രോസ് ദീർഘമായൊന്ന് നിശ്വസിച്ചു. ശിമയോനെ, ഭയപ്പെടാതിരിക്കൂ, നിനക്ക് ധാരാളം മീൻ കിട്ടും. ഏറ്റവും അവസാനം ഇറക്കുന്നത് നിന്റെ വള്ളമാണെങ്കിൽ കൂടി മീൻ കുറയില്ല. ഇത്തവണ മാത്രമല്ല, മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോഴൊക്കെ ദൈവം നിനക്ക് സമൃദ്ധിയുടെ വരം തരും. ജെയിംസിൻ്റെയും ജോണിൻ്റെയും സഹായത്തോടെ കുരുടൻ എത്തിക്കഴിഞ്ഞു. എടോ, ഗുരു നിന്റെ മുൻപിൽ നിൽപ്പുണ്ട്. അന്ധൻ മുട്ടുകുത്തുന്നു. കർത്താവെ, എൻ്റെ മേൽ ദയയുണ്ടാകണമേ. നിനക്ക് കാഴ്ച വേണോ? എഴുന്നേറ്റ് നിൽക്കൂ. കണ്ണു കാണാതായിട്ട് എത്ര നാളായി? 7 വർഷം. അതിനു മുമ്പ് എനിക്ക് ശരിക്ക് കാണാമായിരുന്നു. ഞാനൊരു കൊല്ലനായിരുന്നു. ചുട്ടുപഴുപ്പിച്ച ഒരു കഷ്ണം ഇരുമ്പ് വേർപെട്ട് തെറിച്ചു വന്ന് എൻ്റെ കണ്ണിൽ കൊണ്ടു. ചൂടുകൊണ്ട് 2 കണ്ണും കരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം മുറിവേറ്റ കണ്ണിൻ്റെ കാഴ്ച നഷ്ടമായി. 3 മാസം കഴിഞ്ഞപ്പോൾ മറ്റേ കണ്ണിൻ്റെയും. ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന കാശെല്ലാം ചിലവായി. ഇപ്പോൾ ഭിക്ഷ തെണ്ടിയാണ് ജീവിക്കുന്നത്. എനിക്ക് ഭാര്യയും 3 കുട്ടികളുമുണ്ട്. കുട്ടികളുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല. പ്രായമായ അമ്മയുമുണ്ട്. ഈശോ അവനെ പത്രോസിൻ്റെ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അടുക്കളത്തോട്ടത്തിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അവനെ നിർത്തി. കുരുടൻ കണ്ണു തുറന്നാലുടൻ അതിവെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങുന്ന കായലിൻ്റെ ഉപരിതലം കാണത്തക്ക രീതിയിലാണ് നിർത്തിയത്. പിതാവേ, അവിടുത്തെ ഈ മകന് നിന്റെ പ്രകാശം നൽകണമേ. മുട്ടുകുത്തി നിൽക്കുന്ന കുരുടൻ്റെ തലയ്ക്ക് മീതെ ഈശോ കൈ നീട്ടിപ്പിടിച്ചു. ഒരു നിമിഷം അങ്ങനെ നിന്നു. വിരലിൻ്റെ അഗ്രം തുപ്പൽ കൊണ്ട് നനച്ചിട്ട് ആ വിരൽ കൊണ്ട് ഈശോ അയാളുടെ തുറന്നിരിക്കുന്നതും എന്നാൽ കാഴ്ചയില്ലാത്തതുമായ കണ്ണുകൾ മെല്ലെ തടവി. ഒരു നിമിഷം കുരുടൻ കണ്ണു ചിമ്മുന്നു. നിനക്ക് വല്ലതും കാണാമോ? എൻ്റെ ദൈവമേ, എനിക്ക് കാണാമെന്ന് തോന്നുന്നു. അങ്ങയുടെ മേലങ്കി എനിക്ക് കാണാം. അതിൻ്റെ നിറം ചുവപ്പാണല്ലേ? വെളുത്ത കൈ, കമ്പിളി കൊണ്ടുള്ള ബെൽറ്റ്. നല്ലവനായ ഈശോയെ, എൻ്റെ കാഴ്ച കാണുന്തോറും മെച്ചപ്പെട്ടു വരുന്നു. സ്നേഹിത, എഴുന്നേറ്റ് നിൽക്കൂ. അയാൾ ചിരിക്കുകയും കരയുകയും ചെയ്യുന്നുണ്ട്. ബഹുമാനവും അഭിലാഷവും തമ്മിൽ ചെറിയൊരു മൽപ്പിടുത്തം അയാളുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അവസാനം അയാൾ മുഖമുയർത്തി ഈശോയുടെ കണ്ണുകളിലേക്ക് നോക്കി. അനുകമ്പ നിറഞ്ഞ കണ്ണുകളോടെ ഈശോ അവനെ നോക്കി പുഞ്ചിരിക്കുന്നു. കാഴ്ച തിരിച്ചു കിട്ടുക, അതിനുശേഷം ആദ്യം കാണുന്നത് ഈശോയുടെ മുഖമായിരിക്കുക. ഇതൊരു അനുഭവം തന്നെയാണ്. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ആ മനുഷ്യൻ കൈകൾ നീട്ടി. ഈശോ കൈ നീട്ടി തന്നേക്കാൾ വളരെ കുറച്ചു മാത്രം പൊക്കമുള്ള ആ മനുഷ്യനെ തൻ്റെ അടുത്തേക്ക് പിടിച്ചുകൊണ്ടുവരുന്നു. വീട്ടിൽ പോയിക്കൊള്ളൂ, സന്തോഷമായിരിക്കൂ, നീതിപൂർവ്വം വർത്തിക്കൂ. എൻ്റെ സമാധാനം നിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, പരിശുദ്ധനായവനെ, അനുഗ്രഹീതനെ, വെളിച്ചം എനിക്ക് കാണാം, എല്ലാം കാണാം. നീല നിറമുള്ള കായൽ, തെളിഞ്ഞ പ്രകാശം, സൂര്യാസ്തമയം, വെളുത്ത പക്ഷത്തിലെ ചന്ദ്രകല. എന്നാൽ അങ്ങയുടെ കണ്ണുകളിലാണ് ഞാൻ അഗാധമായി നീലിമ കാണുന്നത്. യഥാർത്ഥ സൂര്യൻ്റെ പ്രകാശം അങ്ങിൽ ഞാൻ കാണുന്നു. ചന്ദ്രൻ്റെ നിർമ്മലമായ വെളിച്ചം അങ്ങിൽ ഞാൻ ദർശിക്കുന്നു. വേദനിക്കുന്നവരുടെ ഭാഗ്യ നക്ഷത്രവും അന്ധരുടെ വെളിച്ചവും ജീവനുള്ള കാരുണ്യവും അങ്ങാകുന്നു. ആത്മാക്കളുടെ വെളിച്ചമാണ് ഞാൻ. നീ വെളിച്ചത്തിൻ്റെ പുത്രനായിരിക്കുക. എന്നെന്നും ഞാൻ വെളിച്ചത്തിൻ്റെ മകനായിരിക്കും. എനിക്ക് അങ്ങ് തിരിച്ചു നൽകിയ ഈ കണ്ണുകൾ അടയ്ക്കുമ്പോഴെല്ലാം എൻ്റെ ഈ പ്രതിജ്ഞ ഞാൻ പുതുക്കും. അങ്ങും സ്വർഗപിതാവും വാഴ്ത്തപ്പെടട്ടെ. നീ പോയിക്കൊള്ളൂ. ആത്മവിശ്വാസത്തോടെ സന്തോഷവാനായി അയാൾ പോകുന്നു. അത്ഭുതം കൊണ്ട് മൂകരായി പോയ ശിഷ്യന്മാരോടൊപ്പം ഈശോ വള്ളത്തിൽ കയറി.